നമസ്കാരം. ജനവിധി 2025 തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CCTV ആരംഭിച്ച 3 നഗരസഭകളിലെയും വിവിധ പഞ്ചായത്തുകളിലെയും വികസന നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്തുള്ള സംവാദത്തിൻ്റെ അവസാന എപ്പിസോഡാണ് ഇന്ന് പുന്നേർകുളം പഞ്ചായത്താണ് ഇപ്പോൾ നമ്മൾ അവലോകനം നടത്തുന്നത്. പ്രശസ്ത സാഹിത്യകാരന്മാരായിട്ടുള്ള നാലാപ്പാട്ട് നാരായണ മേനോൻ, ബാലാമണിയമ്മ, മാധവിക്കുട്ടി എന്നിവരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് പുന്നേർകുളം പഞ്ചായത്ത്. നീർമാതളത്തിൻ്റെ ഗന്ധമുള്ള മണ്ണ്, അങ്ങനെ വേണം പുന്നേർകുളത്തിനെ പറയാൻ. പുന്നേർകുളം പഞ്ചായത്ത് രൂപീകൃതമായതു മുതൽ ഇടതുപക്ഷമാണ് അവിടെ ഭരണ തുടർച്ച വളരെ ശക്തി കേന്ദ്രമായിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്. 19 വാർഡുകളിൽ 11 സീറ്റാണ് LDFിനുള്ളത്, 5 സീറ്റ് UDFിനും 3 സീറ്റ് BJPക്കുമുണ്ട്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് LDFിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീമതി ജാസ്മിൻ ഷഹീറാണ്. BJP അംഗവും UDF അംഗവും ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ചില കാരണങ്ങളാൽ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. എങ്കിൽ കൂടി വികസന നേട്ടങ്ങൾ എന്താണ്, അതോടൊപ്പം എന്തൊക്കെ ആരോപണങ്ങളാണ് പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിക്കുന്നത്, അതെല്ലാം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് പുന്നേർകുളം പഞ്ചായത്തിൻ്റെ ഒരു റിപ്പോർട്ട് കാണാം. തൃശൂർ ജില്ലയിലെ അതിർത്തി പഞ്ചായത്താണ് പുന്നേർകുളം. ചാവക്കാട് താലൂക്കിൽ മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പുന്നേർകുളം കവിയത്രിയും എഴുത്തുകാരിയുമായ കമലാ സുരയ്യ, നാലപ്പാട്ട് നാരായണ മേനോൻ, ബാലാമണിയമ്മ, കാട്ടുമാടം നാരായണൻ എന്നിവരുടെ ജന്മപ്രദേശം എന്ന നിലയിൽ സുപ്രസിദ്ധമാണ്. പണ്ടുമുതലേ വ്യാപാര പെരുമയിൽ കേളിക്കേട്ട പുഴിക്കള അങ്ങാടിയും കാർഷിക മേഖലയിൽ പ്രശസ്തമായ പരവൂർ പാടശേഖരവും ഉപ്പുങ്ങൽ പാടശേഖരവും പുന്നേർകുളം പഞ്ചായത്തിലാണ്. 300 ഏക്കറിലായി പരന്നു കിടക്കുന്നതാണ് ഈ പാടശേഖരങ്ങൾ. ഗുരുഭവനപുരിയിൽ നിന്നും വാണിജ്യ മേഖലയായ കുന്നംകുളത്തു നിന്നും മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ചാവക്കാട് നിന്നും പുന്നേർകുളത്തേക്ക് എത്തിച്ചേരാൻ 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. കടലോര പ്രദേശമായ ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ്. വിദേശ വരുമാനത്തിന്റെ വരവും പഞ്ചായത്തിനെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. ഓരോ വീട്ടിലും ചുരുങ്ങിയത് ഒരാളെങ്കിലും വിദേശത്ത് ജോലിയെടുക്കുന്നവരാണ്. മന്നലാംകുന്ന്, അണ്ടത്തോട്, പെരിയമ്പലം എന്നീ കടലോര പ്രദേശങ്ങൾക്ക് പുറമെ പ്രകൃതിരമണീയമായ ഉപ്പുങ്ങൽ പാടശേഖരവും കമലാ സുരയ്യ സാഹിത്യ അക്കാദമിയും എഴുത്തുകാരിയുടെ പ്രിയപ്പെട്ട നീർമാതളവും പുന്നേർകുളത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തി. രൂപീകരണ കാലം മുതൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് പുന്നേർകുളം. രാമൻകുട്ടി പണിക്കരായിരുന്നു പഞ്ചായത്തിന്റെ പ്രഥമ അധ്യക്ഷൻ. പഞ്ചായത്തിന്റെ ആജീവനാന്ത പ്രസിഡന്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് വന്ന VP മാമുവാണ് പഞ്ചായത്തിലെ വിവിധങ്ങളായ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ദീർഘകാലം പുന്നേർകുളം പഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്നു VP മാമു. 3 ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, 19 വാർഡുകൾ അടങ്ങിയതാണ് പഞ്ചായത്ത്. ഭൂരിപക്ഷം ഉണ്ടായാലും ഇല്ലെങ്കിലും തുടർച്ചയായി LDF ഭരിക്കുന്ന പഞ്ചായത്താണ് പുന്നേർകുളം. 2005-ൽ BJP പിന്തുണയോടെ കോൺഗ്രസ് സംഘം പ്രസിഡന്റായെങ്കിലും മണിക്കൂറിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊലിബി ബന്ധം ആരോപിക്കപ്പെട്ടതോടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും 5 വർഷം LDF ഭരിച്ചു. BJPക്ക് വേരോട്ടമുണ്ടെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലേക്ക് ഒതുങ്ങി. ശക്തമായ അടിത്തറയുണ്ടെങ്കിലും ഗ്രൂപ്പിസവും പടലപ്പിണക്കവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് ദോഷമായി. വികസനമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പഴയ ഭരണസമിതി തുടങ്ങിയത് ഉദ്ഘാടനം ചെയ്യുക മാത്രമാണ് പുതിയ ഭരണസമിതി ചെയ്തതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഭരണപക്ഷം ഉയർത്തിക്കാട്ടുന്ന പ്രധാന വികസന നേട്ടങ്ങൾ ഇവയാണ്. അണ്ടത്തോട് സ്കൂളിന് സ്ഥലം വാങ്ങി. 2 കോടി രൂപ ചെലവിൽ ആദ്യ നില പണിതു. 3 കോടിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പുന്നേർകുളം, കുപ്രവള്ളി, കടിക്കാട് സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ. MLA ഫണ്ടിൽ ചെറായി, കടിക്കാട്, ചമ്മന്നൂർ ഗവൺമെന്റ് സ്കൂളുകളിൽ പാചകപ്പുര നിർമ്മിച്ചു. ഭിന്നശേഷി കുട്ടികൾക്കായി ബഡ് സ്കൂൾ നിർമ്മിച്ചു. ലൈഫ്, PMAY ലൈഫ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി 473 വീടുകൾ നിർമ്മിച്ചു. 87 കുടുംബങ്ങൾക്ക് ശുചിമുറി, 51 വീടുകൾ വാസയോഗ്യമാക്കി. 58 പേർക്ക് ഭൂമി വാങ്ങാൻ സഹായം നൽകി. VP മാമു സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ തുറന്നു. 1.5 കോടി രൂപ ചെലവിൽ 8 ഹൈടെക് അങ്കണവാടികൾ നിർമ്മിച്ചു. 20 അങ്കണവാടികൾ സ്മാർട്ടാക്കി. പഞ്ചായത്തിലെ മുഴുവൻ മരാമത്ത് റോഡുകളും BMBC നിലവാരത്തിൽ നവീകരിച്ചു. 5 ശുദ്ധജല പദ്ധതികൾ. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം. തൃപ്പറ്റ് ആയുഷ് കോംപ്ലക്സ് തുറന്നു. ഇവിടെ ഷീ ഫിറ്റ്നസ് സെന്റർ, ആയുർവേദം, ഹോമിയോ, യുനാനി ക്ലിനിക്കുകൾ സജ്ജമാക്കി. പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ ഇപ്രകാരമാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ വീടുകളുടെ നിർമ്മാണം പാതി വഴിയിലെത്തിയിട്ടും പണം കിട്ടിയില്ല. 2020-ൽ ലൈഫിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും വീട് നൽകാൻ സാധിച്ചില്ല. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് 50 ലക്ഷം രൂപ ചെലവാക്കിയതിന്റെ രേഖയില്ല. ഇതിൽ അഴിമതി നടന്നു. പരൂർ മൃഗാശുപത്രിക്ക് മുകളിൽ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച സ്കിൽ ഡെവലപ്മെന്റ് കേന്ദ്രം തകർന്നതിലും അഴിമതിയുണ്ട്. വഴിക്കണ്ണ് പദ്ധതി പ്രകാരം സ്ഥാപിച്ച 50ഓളം നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്.
പഞ്ചായത്തിലെ എല്ലാ ഉൾറോഡുകളും തകർന്ന അവസ്ഥയിലാണ്. ഉപ്പുങ്ങൽ കടവിലും പെരിയമ്പലം ബീച്ചിലും പ്രഖ്യാപിച്ച ടൂറിസം പദ്ധതികൾ നടപ്പാക്കിയിട്ടില്ല. ആൽത്തറ ബസ് സ്റ്റാൻഡ്, പൊതുശുചിമുറി എന്നിവ നടപ്പായില്ല. മന്ത്രി പ്രഖ്യാപിച്ച പുന്നയൂർക്കുളം ബ്രാൻഡ് അരി കടലാസിലൊതുങ്ങി. യുവജന ക്ലബ്ബുകളെ അവഗണിച്ചു. അംഗീകാരമുള്ള ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് പോലും നൽകിയില്ല തുടങ്ങിയ വാദങ്ങളാണ് പ്രതിപക്ഷത്തെ UDF-ഉം BJP-യും ഉയർത്തുന്നത്. നിലവിൽ 19 അംഗ ഭരണസമിതിയിൽ CPM 9, CPI 2 എന്നിങ്ങനെ ഭരണപക്ഷമായ LDF-ന് 11, UDF-ൽ കോൺഗ്രസിന് 3, ലീഗിന് 2, BJP-ക്ക് 3 സീറ്റുമുണ്ട്. വാർഡ് വിഭജനത്തിൽ 2 സീറ്റ് കൂടി വർദ്ധിച്ചതിനാൽ ആകെ 21 ആയിട്ടുണ്ട്. 11 സീറ്റ് നേടുന്നവർ ഭരണത്തിലെത്തും. ശ്രീമതി ജാസ്മിൻ ഷഹീർ, ഇപ്പോൾ പുന്നയൂർക്കുളം പഞ്ചായത്ത് രൂപീകൃതമായതു മുതൽ ഇടതുപക്ഷമാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പുന്നയൂർക്കുളം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വലിയൊരു ശക്തി കേന്ദ്രമാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വികസന പ്രവർത്തനത്തെ വിലയിരുത്തുന്നത്? നമസ്കാരം. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളായി ഏകദേശം അരനൂറ്റാണ്ടുകളായി ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനം തന്നെയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ദീർഘകാലങ്ങളിലായി വികസനം ഒരു തുടർ പ്രക്രിയയാണ്. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിൽ വികസന തുടർച്ച തന്നെയാണ് നടക്കുന്നത്. സമഗ്ര മേഖലയിലുള്ള വികസനമാണ് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെയാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത്. യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് വിദ്യാഭ്യാസത്തിന് വരുന്ന പങ്ക് വളരെ വലുതാണെന്ന് നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 6 വിദ്യാലയങ്ങളാണ് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലുള്ളത്. 4 LP വിദ്യാലയവും 1 UP വിദ്യാലയവും 1 ഹയർ സെക്കൻഡറി വിദ്യാലയവും. ഈ 3 വിദ്യാലയങ്ങൾക്കും സ്വന്തമായി സ്ഥലവും പുതിയ കെട്ടിടങ്ങളും സ്മാർട്ട് കെട്ടിടങ്ങളും ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിലെടുത്തു പറയേണ്ടത് തീരദേശ മേഖലയിലെ അണ്ടത്തോട് വിദ്യാലയം എന്ന് പറയുമ്പോൾ 165 വർഷത്തോളം പഴക്കമുള്ളൊരു വിദ്യാലയമാണ്. അവിടെ നാഷണൽ ഹൈവേയുടെ വികസന ഫലമായി വാടകയ്ക്ക് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തന്നെ പൊളിച്ചു മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് നല്ലവനായ ഒരു വ്യക്തി 20 സെൻറ്റ് സ്ഥലം സൗജന്യമായി പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന് തരികയും പഞ്ചായത്ത് ഓൺ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ 30 ലക്ഷം രൂപ ചെലവിൽ 50 സെൻറ്റ് സ്ഥലത്ത് ഇന്ന് ഏറ്റവും മനോഹരമായ കെട്ടിടം അവിടെ പണി പൂർത്തീകരിച്ചു. 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത്. 165 വർഷം പഴക്കമുള്ള ഈ LP വിദ്യാലയം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള 50 സെൻറ്റ് സ്ഥലമുള്ള ഒരു LP വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 3 കോടി രൂപയുടെ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി തന്നെ ബഹുമാനപ്പെട്ട ഗുരുവായൂർ MLA-യുടെ ഇടപെടൽ മൂലം 3 കോടി രൂപയുടെ മുകളിലെ നിലയും പണി നിർമ്മാണം ആരംഭിച്ചു എന്നുള്ളതാണ്. 1 കോടി ആദ്യത്തെ ബജറ്റിൽ വകയിരുത്തുകയും പിന്നീട് 2 കോടിയുടെ ഈ 3 കോടി രൂപയുടെയും നിർമ്മാണം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ചെറായി വിദ്യാലയം, പഞ്ചായത്തിലെ UP വിദ്യാലയമാണ്. ഒരു കാലത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അടച്ചുപൂട്ടൽ നേരിട്ട ഒരു വിദ്യാലയമായിരുന്നു. നമുക്കറിയാം ആ സമയത്ത് സർക്കാർ വിദ്യാലയങ്ങളെല്ലാം തന്നെ വളരെ മോശം സ്ഥിതിഗതിയിലായിരുന്നു. എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികളുടെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ചെറായി വിദ്യാലയവും അതുപോലെ പഞ്ചായത്തിലെ മറ്റു വിദ്യാലയങ്ങളുമെല്ലാം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും അതുപോലെ ഒരു കൂട്ടം അവിടെയുള്ള ജനങ്ങളും PTA ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരികയും സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി അതിന് ഒപ്പം പഞ്ചായത്തും നിലനിന്നു എന്നുള്ളതാണ്. ഇന്ന് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഗവൺമെൻറ് ഒരു വിദ്യാലയമായി മാറി. കുട്ടികളുടെ എണ്ണക്കൂടുതൽ കാരണം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന തരത്തിലേക്ക് ചെറായി UP വിദ്യാലയം വളർന്നു എന്നുള്ളതാണ്. അതുപോലെ പുന്നയൂർക്കുളം വിദ്യാലയം, ചെമ്മന്നൂർ LP വിദ്യാലയം, കുപ്രവള്ളി വിദ്യാലയം, കടിക്കാട് ഹയർ സെക്കൻഡറി വിദ്യാലയം, ഇവിടെയെല്ലാം തന്നെ നമ്മുടെ എല്ലാ ക്ലാസ് മുറികളും ഇന്ന് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ക്ലാസ് മുറികളും മുഴുവൻ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കി മാറ്റി എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനം തന്നെയാണ്. ബഹുമാനപ്പെട്ട മുൻ MLA-യും അതുപോലെ തന്നെ നിലവിലുള്ള നമ്മുടെ MLA-യുമെല്ലാം കുപ്രവള്ളി സ്കൂൾ ഏകദേശം 76.80 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം പണിതു. കടിക്കാട് 1 കോടി
രൂപയുടെ പുതിയ കെട്ടിടം വന്നു. അതുപോലെ തന്നെയാണ് പാചകപ്പുരകൾ. നമ്മുടെ ഈ വിദ്യാലയങ്ങളിലെല്ലാം തന്നെ മികച്ച രീതിയിലുള്ള പാചകപ്പുരകളും പുതുതായി പണിതു. കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വികസന പ്രവർത്തനം തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലെ അംഗൻവാടികൾ. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അംഗൻവാടികൾ സ്ഥിതി ചെയ്യുന്നത് 2-3 അംഗൻവാടികൾ 1000 സ്ക്വയർ ഫീറ്റ് 1200 സ്ക്വയർ ഫീറ്റ് വരെ വലുപ്പമുള്ള അങ്കണവാടികൾ, കുട്ടികൾക്ക് ശിശു സൗഹൃദമാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്ലേ ഹാളുകൾ, ബാത്റൂമുകൾ, അതുപോലെ തന്നെ അവർക്ക് മാനസികമായി ഉല്ലാസം നൽകുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ 9 അങ്കണവാടികളും ഇന്ന് ഹൈടെക് അങ്കണവാടികളാക്കി. അതോടൊപ്പം മറ്റു അങ്കണവാടികളും ശിശു സൗഹൃദമാക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടായി എന്നുള്ളത് തന്നെ പറയാം. അതോടൊപ്പം നമുക്ക് കാർഷിക മേഖല എന്ന് പറയുന്നത് പുന്നയൂർക്കുളത്തിൻ്റെ ഒരു ഭാഗം കോൾപ്പടവ് മേഖലയാണ്. അപ്പോൾ കോൾപ്പടവ് മേഖലയും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാമച്ച കൃഷി ചെയ്യുന്ന ഒരു മേഖല നമ്മുടെ പഞ്ചായത്തിലാണ്. അപ്പോൾ രാമച്ച കൃഷി ഒരു കൃഷി വിളയായി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ട ധനസഹായങ്ങൾ ലഭ്യമായിരുന്നില്ല. ഈ സമയത്ത് തന്നെയാണ് പഞ്ചായത്തും കൃഷിഭവനും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരികയും രാമച്ച കൃഷിക്ക് വേണ്ട ധനസഹായങ്ങൾ സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകാൻ സാധിച്ചു എന്നുള്ളത്. അതോടൊപ്പം നെൽകൃഷിക്ക് അവർക്ക് ആവശ്യമായ നെൽകൃഷിക്ക് കൂലിച്ചെലവ്, അതുപോലെ തന്നെ മറ്റു സൗജന്യമായ വിത്ത് വിതരണം, അവർക്ക് ആവശ്യമായ വളം വിതരണം തുടങ്ങി പിന്നെ പാടശേഖരങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി വലിയ ഒരു തുക പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കാർഷിക മേഖലയിൽ അവർക്ക് വാഹന സൗകര്യത്തിന് വേണ്ടി റാമ്പ് നിർമ്മാണം തുടങ്ങി കാർഷിക മേഖലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ, നമ്മുടെ SC വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, വയോജനങ്ങൾ, അത് ചേർത്ത് പിടിക്കേണ്ട ആളുകളെ അവർക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി എന്നുള്ളതും ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ നമ്മുടെ പഞ്ചായത്തിൽ അർഹരായ ഭിന്നശേഷിക്കാരെ മുഴുവൻ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പെൻഷൻ നൽകുകയും തൊഴിൽ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അവർക്ക് വേണ്ട തൊഴിൽ വരുമാനം നൽകുന്ന തരത്തിലുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും അവർക്കാവശ്യമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ കൊച്ചനൂരുള്ള ഒരു വ്യക്തിത്വമാണ് ഹബീബ് ക എന്ന ഒരു വ്യക്തിത്വം നമുക്ക് 26 സെൻറ്റ് സ്ഥലം ബഡ്സ് സ്കൂൾ പണിയുന്നതിന് വേണ്ടി അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 70 ലക്ഷത്തോളം രൂപ ചെലവിൽ നമുക്ക് ബഡ്സ് സ്കൂൾ പണിയാൻ സാധിച്ചു. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഒരുപക്ഷെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പണിത ബഡ്സ് വിദ്യാലയം നമ്മുടെ പഞ്ചായത്തിലാണ് എന്നുള്ളതാണ്. ഈ ഒരു മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തിനുള്ള അവാർഡ് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന് കരസ്ഥമായി എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയും എടുത്തു പറയേണ്ട ഒരു മേഖല തന്നെയാണ്. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം, അവിടെ പുതിയ കെട്ടിടങ്ങൾ ഈ ഒരു കാലയളവിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്വാർട്ടേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ പഞ്ചായത്തിലായിരിക്കാം. ജീവനക്കാർക്ക് വേണ്ട ക്വാർട്ടേഴ്സ്, പാലിയേറ്റീവിന് പുതിയ കെട്ടിടം, ഫിസിയോതെറാപ്പി തുടങ്ങി ഈവനിങ് OP വരെയുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ അവിടെ ഏർപ്പെടുത്തുകയും അതിനോടനുബന്ധിച്ച് തന്നെ പഞ്ചായത്തിൻ്റെ മറ്റു സബ് സെൻറ്ററുകൾ വഴി വിവിധ വാർഡുകളിൽ, നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് ഒരു പ്രദേശം എന്ന് പറയുന്നത് കിഴക്കൻ മേഖലയും മറ്റത് ഹൈവേയുടെ അപ്പുറം വരുന്നൊരു ഏരിയയുമാണ്. അപ്പോൾ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് അവിടെ എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ ഈ സബ് സെൻറ്ററുകൾ വഴി തന്നെ മെഡിക്കൽ ഡോക്ടറെയും അതുപോലെ തന്നെ ഫാർമസിയും മരുന്ന് ഉൾപ്പെടെയുള്ള ഇത് വാർഡുകളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് എല്ലാ മാസവും സൗജന്യമായി മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. അതോടൊപ്പം ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്. തൃപ്പറ്റ് ആയുഷ് കോംപ്ലക്സ് ഏകദേശം 2 കോടി രൂപയോളം ചെലവിൽ തൃപ്പറ്റ് ആയുഷ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ യുനാനി, ഹോമിയോ, ആയുർവേദ ചികിത്സ, അലോപ്പതി ഇതെല്ലാം ഒറ്റ കുടക്കീഴിൽ എന്നുള്ള രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം സ്ത്രീകളുടെ ആരോഗ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ വനിതാ ഫിറ്റ്നസ് സെൻറ്റർ, വിവിധ
ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ ബ്ലോക്ക് ഫണ്ടും അങ്ങനെ നമുക്ക് ലഭ്യമാകുന്ന ഫണ്ടുകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇന്ന് സ്ത്രീകൾക്കായി ഫിറ്റ്നസ് സെൻറ്റർ ആരംഭിക്കുന്നുണ്ട്. മുകൾ നിലയിൽ യോഗ ഹാള് പ്രവർത്തിക്കുന്നുണ്ട്. യുനാനി എന്ന് പറയുന്നത് ഈ ഒരു മാസമായി നമുക്ക് അവിടെ ലഭ്യമായിട്ട് യുനാനി ചികിത്സ തൃശ്ശൂർ ജില്ലയിൽ സൗജന്യമായി ഗവൺമെൻറ് തലത്തിൽ യുനാനി സബ് സെൻറ്റർ പ്രവർത്തിക്കുന്ന ഏക പഞ്ചായത്ത് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്താണ്. ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം 2020-21 വർഷത്തിലും 21-22-23 വർഷങ്ങളിലുമായിട്ട് ആരോഗ്യ മേഖലയിൽ സർക്കാർ നൽകുന്ന ആരോഗ്യ കേരള പുരസ്കാരം 2 തവണ പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന് ലഭ്യമായി എന്നുള്ളതാണ്. അതോടൊപ്പം ലൈഫ് ഭവന പദ്ധതി നമുക്ക് ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു സ്വപ്നമാണ് അടച്ചുറപ്പുള്ളൊരു വീട് നൽകുക എന്നുള്ളത്. ഈ ഒരു ലൈഫ് ഭവന പദ്ധതി ആരംഭിച്ചത് മുതൽ, അതായത് നമ്മൾ 10 വർഷമായി ലൈഫ് ഭവന പദ്ധതി ആരംഭിച്ചത് മുതൽ 850ഓളം വീടുകൾ പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് നൽകി കഴിഞ്ഞു. ഈ ഒരു കാലയളവിൽ നമ്മുടെ ഭരണസമിതി ഈ 2020-25 കാലയളവിൽ 470ഓളം വീടുകൾ ലൈഫ് ഭവന പദ്ധതി വഴി പൂർത്തീകരിക്കാൻ അവർക്ക് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്തും നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നും തൊട്ടടുത്ത് ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം ഉണ്ടായിരുന്നില്ല. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഈ കഴിഞ്ഞ ഒരു 9 വർഷത്തോളമായി ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിന് ആവശ്യമായ മെയിൻ്റനൻസും കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത് പുന്നയൂർ പഞ്ചായത്തിൽ അത് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ വടക്കേയാട് പഞ്ചായത്തും പുന്നയൂരും ഒന്നും ഈ പറഞ്ഞ പെരുമ്പടപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പഞ്ചായത്തിൽ നല്ല രീതിയിൽ അത് SC വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കും അതുപോലെ തന്നെ കോവിഡ് സമയത്ത് കോവിഡ് രോഗികളെയും എല്ലാം സൗജന്യമായാണ് നമ്മൾ ക്രിമിറ്റോറിയത്തിൽ സംസ്കരിച്ചിരുന്നത്. മറ്റു മാലിന്യ രംഗങ്ങളിൽ മറ്റു മാലിന്യ പ്രവർത്തനങ്ങളിൽ 38 പേരടങ്ങുന്ന ഹരിതകർമ്മസേന ടീം പുന്നയൂർക്കുളത്തുണ്ട്. മാലിന്യ സംസ്കരണ രംഗങ്ങളിൽ വിവിധ വാർഡുകളിൽ നിന്നുള്ള ശേഖരിച്ച് MCFൽ എത്തിച്ചുകൊണ്ട് ബെയിലിംഗ് മെഷീൻ ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിലെ MCFലുണ്ട്. അപ്പോൾ അതുവഴി മാലിന്യം കയറ്റി അയക്കുകയും ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു, വികസന കോട്ടങ്ങൾ പറയാൻ നമുക്കറിയാം ഇവിടെ പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ള UDFും BJPയും എത്തിയിട്ടില്ല, അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവർ വരാത്തത് ചിലപ്പോൾ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും, കോട്ടങ്ങൾ പറയാനില്ലാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും അവരുടെ ആരോപണങ്ങൾ മുന്നിൽ കറക്റ്റ് തെളിവാണ്. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും കൺമുന്നിൽ കാണുന്ന ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പറയാനില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പരിപാടിയിൽ പങ്കെടുക്കാത്തത്. എന്തായാലും നമ്മൾ ഈ പുന്നയൂർക്കുളം പഞ്ചായത്തുമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരു അവലോകനം ചെയ്തപ്പോൾ അതിൽ ഒരുപാട് ആരോപണങ്ങൾ പുന്നയൂർക്കുളം പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ അംഗങ്ങളായ UDFും BJPയും ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും അതിനുകൂടി മറുപടി പറയേണ്ട ഒരു ചുമതല മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്കുണ്ട്. എന്തായാലും ഞാൻ ആദ്യത്തെ ഒരു ആരോപണം പറയുന്നത് ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ചിട്ടാണ്. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒന്നുമില്ലാത്തവർക്ക് അടച്ചുറപ്പുള്ള വീട്, കയറി കിടക്കാൻ ഒരു വീട് എന്നത് വലിയൊരു സ്വപ്നമാണ്. ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് പേരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചൊരു പദ്ധതി കൂടിയാണ്. പക്ഷേ പുന്നയൂർക്കുളം പഞ്ചായത്തിൽ കൃത്യമായിട്ട് ആ പദ്ധതി നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും വീട് നിർമ്മാണത്തിൽ പലർക്കും തുക മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല. വീട് പാതി വഴിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ആദ്യത്തെ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി വഴി 300ഓളം വീടുകൾ ഈ 2020-25 കാലയളവിൽ പൂർത്തീകരിച്ചു. ബാക്കി നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്കറിയാം ലൈഫ് ഭവന പദ്ധതി 4 ലക്ഷം രൂപ ഒറ്റയടിക്കല്ല നമ്മൾ അവർക്ക് കൊടുക്കുന്നത്, ഓരോ ഘട്ടമായി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ വിവിധ ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്ന അനുസരിച്ച് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ച കൂടി ഒരു 60 ലക്ഷത്തിന്റെ ബില്ല് നമ്മൾ മാറി ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി ആയതുകൊണ്ട് വീടുകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. 470ഓളം വീടുകൾ നൽകി. പണി പൂർത്തീകരിച്ചത് 300ഓളം വീടുകൾ. അത് നമ്മൾ ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ ആദ്യം വന്ന സമയത്ത് മുൻഗണന നൽകിയിട്ടാണ് കൊടുത്തിരുന്നത്. SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആദ്യം, പിന്നെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ലൈഫ് ലിസ്റ്റിൽ ജനറൽ വിഭാഗത്തിൽ എന്തെങ്കിലും അസുഖം, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരോ അതല്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾ, ഡയാലിസിസ്, ക്യാൻസർ രോഗികളുള്ള ആളുകളെ ഫസ്റ്റ് മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ 1-2 വർഷം നമ്മൾ അങ്ങനെയാണ് കൊടുത്തിരുന്നത്. അതിനുശേഷം ബാക്കി ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ മുഴുവൻ വ്യക്തികൾക്കും, പിന്നെ ചില വ്യക്തികൾക്ക് അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ സ്ഥലം ലഭ്യമല്ലാത്തതോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട്
അവർ എഗ്രിമെൻ്റ് വെക്കാതെ നിന്നിട്ടുണ്ട് എന്നല്ലാതെ അർഹരായ എഗ്രിമെൻ്റ് വീട് വെക്കാൻ തയ്യാറായി വന്ന മുഴുവൻ ആളുകൾക്കും ഒരാളും നമുക്ക് എനിക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അപേക്ഷിച്ച് കിട്ടിയില്ല എന്ന് പറയില്ല. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾക്ക് പണം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണം. അതാ ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ ആഴ്ച ഒരു 60 ലക്ഷത്തിൻ്റെ ബില്ലടക്കം മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനർത്ഥം അതിൽ വരുന്ന ഒരു 100ഓളം കുടുംബങ്ങൾക്ക് നമുക്ക് വിവിധ സ്റ്റേജുകളിലായിട്ട് അവരുടെ പൈസ അനുവദിച്ചു. നമുക്ക് പണം ഒരു തടസ്സമല്ല. ഇപ്പോൾ നിലവിൽ നമുക്ക് പ്ലാൻ ഫണ്ട് സംസ്ഥാന സർക്കാർ നമുക്ക് ഫണ്ട് കറക്റ്റ് സമയങ്ങളിൽ തരുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ 2ാം ഗഡു വന്നത് നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഹഡ്കോ ലോൺ എടുത്തും ആണ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവന പദ്ധതികൾ പൂർത്തീകരിച്ച കളക്ടറുടെ കയ്യിൽ നിന്ന് ഈ കഴിഞ്ഞ മാസം നമുക്ക് അവാർഡ് ലഭ്യമായി എന്നുള്ളതാണ്. ഈ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവന പദ്ധതി ഈ ഒരു വീടുകൾ നൽകിയതിന് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന് അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഭരണസമിതിയുടെ കാലത്തും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും ലൈഫ് ഭവന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീട് പൂർത്തീകരിച്ച് നൽകിയത് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്താണ്. അത് തെളിവാണ് നമ്മുടെ മുന്നിൽ. തൃശ്ശൂർ ജില്ലയിൽ ലൈഫ് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാര്യം കൂടെയാണ്. അതൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം തന്നെയാണ്. വീടിന് പുറമെ തന്നെ ഭൂരഹിത ഭവനരഹിതർക്ക് സ്ഥലത്തിനും ഒരു 77 വ്യക്തികൾക്ക് സ്ഥലം വാങ്ങുന്നതിനും ധനസഹായം നൽകി എന്നുള്ളത്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ വീടിന് വേണ്ടി 4 ലക്ഷം വീണ്ടും എക്സ്ട്രാ നമ്മൾ അനുവദിക്കുകയാണ് ഭൂരഹിത ഭവനരഹിതർക്ക്. അത് ഈ ഒരു 470 പുറത്താണ്. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ ടൂറിസം പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്? ടൂറിസം പദ്ധതി നമുക്ക് കുറച്ച് പ്രശ്നം നിന്നത് എന്താ വെച്ചാൽ കാലാവസ്ഥ ഒരു വ്യതിയാനം പ്രശ്നം. നമ്മുടെ പെരിയമ്പലം ബീച്ചാണ് ഇന്ന് ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചൊരു പ്രദേശം കൂടെയാണ് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത്. ഗവൺമെൻറ് തലത്തിൽ ഭൂപടത്തിൽ ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പുങ്ങൽ ടൂറിസവും പുന്നയൂർക്കുളത്തെ മാധവിക്കുട്ടി കമലാസുരയ്യ സ്മാരകവും മാധവിക്കുട്ടിയുടെ ജന്മനാട് നിർമ്മാതളവും അതുപോലെ തന്നെ പെരിയമ്പലം ബീച്ചും ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അത് ഇവിടെ നേരത്തെ പറഞ്ഞ മറ്റേ ടൂറിസം പെപ്പർ ടൂറിസം എന്ന് പറഞ്ഞ ഒരു പദ്ധതി അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മൾ ടൂറിസം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുക. നമ്മളിപ്പോൾ ഒരു പ്ലേസ് കാണാൻ പോകുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ ആ പ്രാദേശികമായ ആളുകൾക്ക് അതിൽ കിട്ടുന്ന ഗുണം കുറവായിരിക്കാം. അപ്പോൾ അവിടുത്തെ ആളുകളെ കൂടെ ഇതിൽ കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിൾ ടൂറിസം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിൽ കൃഷിയെ ഇഷ്ടപ്പെടുന്ന അവിടെ നമ്മുടെ ആളുകൾ വന്ന് കണ്ട് അവിടെ കൃഷിയും അതുപോലെ തന്നെ അത് കണ്ട് പോവുക. അപ്പോൾ അവരെന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ പ്രാദേശികമായിട്ടും അവിടെയുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്തും, അവരുടെ വരുമാന മാർഗവും കൂടുന്നത്. അതുപോലെ ഇപ്പോൾ മറ്റു പെരിയമ്പലം ഞാൻ പറഞ്ഞു, രാമച്ചം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഭൗമസൂചിക നേടാനുള്ള തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാമച്ചത്തിൻ്റെ വിവിധ ഒരു 150ഓളം പ്രൊഡക്ട്സുകൾ വിപണിയിലേക്ക് എത്തിക്കുക. അപ്പോൾ അവരെല്ലാം നമ്മൾ ഈ ടൂറിസത്തിൻ്റെ സൈറ്റുമായി കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, വ്യക്തികൾക്ക് വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പെരിയമ്പലം എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്ക് കാലാവസ്ഥയുടെ ഒരു പ്രശ്നവും കടൽ കയറിയത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കടലെടുത്തു പോയി എന്നുള്ളതാണ്. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് 50 ലക്ഷം രൂപ ചിലവഴിച്ച് അതിൻ്റെ രേഖകളില്ല എന്നുള്ളതാണ് ഒരു ആരോപണം. അത് സംസ്ഥാന സർക്കാരിൻ്റെയാണ്. 50 ലക്ഷം രൂപ നമ്മൾ ചെലവഴിക്കുന്നതല്ല, സംസ്ഥാന സർക്കാരിലേക്ക് കൊടുക്കുന്നതാണ്. അത് 50 ലക്ഷം അല്ല 25 ലക്ഷം രൂപയാണ് റെസ്പോൺസിബിൾ ടൂറിസത്തിന് കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ടൂറിസത്തിൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രദേശം ആ ഭൂപടവുമായി കണക്ട് ചെയ്യുന്ന തരത്തിൽ, അതല്ലാതെ അവിടെ ഒരു എന്തെങ്കിലും നമ്മൾ ബിൽഡിംഗ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് എന്നുള്ളതല്ല ഈ റെസ്പോൺസിബിൾ ടൂറിസം. അത് സർക്കാർ നേരിട്ട് നടത്തും, സംസ്ഥാന സർക്കാരിൻ്റെ റെസ്പോൺസിബിൾ ടൂറിസമാണ്. അവിടെ നമുക്ക് പഞ്ചായത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഈ ആളുകളുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ നമുക്കിപ്പോൾ ഒരു പാർക്ക് അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും കാണുന്നത് പോലെ കാണാൻ സാധിക്കില്ല. പക്ഷേ നമുക്കറിയാം ടൂറിസം വെബ്സൈറ്റ് അതുപോലെ മറ്റു ഈ പറഞ്ഞ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സംരംഭങ്ങൾ അതുപോലെ മാപ്പിംഗ് ഇതൊക്കെയാണ് ഈ ഒരു റെസ്പോൺസിബിൾ ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാപ്പിംഗ് എല്ലാം അത് കറക്റ്റ് അവിടെ അവർ വന്ന് മാപ്പ് ചെയ്തു, എല്ലാ വീടുകളെയും ഇതിലേക്ക് കണക്ട് ചെയ്തു, റോഡുകളെ കണക്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ പുറത്തുനിന്ന് ഒരു വിദേശിക്ക് പുന്നയൂർക്കുളത്തെ ടൂറിസം സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പുന്നയൂർക്കുളത്തിൻ്റെ എല്ലാ വിവരങ്ങളും അതിൽ അറിയാൻ സാധിക്കും. എവിടെയാണ് അവർക്ക് വാഹനമുള്ളത്, അപ്പോൾ ആ വാഹനം കണക്ട് ചെയ്യുന്ന ആളുകളുടെ ഫോൺ നമ്പറുകൾ അടക്കം ഈ സൈറ്റ് ഇതിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്കും നമുക്കത് അവർക്ക് കറക്റ്റ് കമലാസുരയ്യ സ്മാരകം എവിടെയാണ്,
കുന്നത്തൂർ മന എവിടെയാണ്, ബീച്ച് എവിടെയാണ് എന്നൊക്കെ എല്ലാം ഒരു സമ്പൂർണ്ണ വിവരം കിട്ടുമെന്നുള്ളതാണ്. അതെ അതെ, മാപ്പിംഗ്, GIS മാപ്പിംഗ് ആണ് അതിലൂടെ നടന്നിട്ടുള്ളത്. മൃഗാശുപത്രിക്ക് മുകളിൽ നിർമ്മിച്ച സ്കിൽ ഡെവലപ്മെന്റ് കേന്ദ്രം തകർന്നു എന്നുള്ളതാണ് അടുത്തൊരു ആരോപണം. അതിൽ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് ഭരണസമിതി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നമ്മുടെ ഭരണസമിതി ഈ ഒരു സമയത്തല്ല ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾ LDF ഭരിക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ഭരണസമിതി ഒരു അംഗം എന്നുള്ള രീതിയിലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു 9 വർഷത്തോളമായി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ പണി പൂർത്തീകരിച്ചിട്ട് അവിടെ ചെറിയ കോച്ചിങ്, ചെറിയ ക്ലാസ്സുകളൊക്കെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ എന്തിനുള്ള ക്ലാസ്സുകളായിരുന്നു? ടൈലറിംഗ്, അതുപോലെ തന്നെ വനിതകൾക്കുള്ള തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്. അതെ, പിന്നെ ഫസ്റ്റ് ആദ്യകാലങ്ങളിൽ PSC കോച്ചിങ് ഉൾപ്പെടെയുള്ള ഫസ്റ്റ് നടന്നിരുന്നു. അതിൻ്റെ ഈ ഒരു കഴിഞ്ഞ മഴക്കാലത്ത് മൊത്തമായി തകർന്നിരിക്കുകയല്ല, ജസ്റ്റ് സീലിംഗ് വീണിട്ടേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാണം ഒരു 7-8 വർഷങ്ങളാവുമ്പോൾ കാലാവസ്ഥ കഴിഞ്ഞ ഒരു 2 മഴ പ്രശ്നങ്ങൾ പല സ്ഥലത്തും പലതും തകർന്നിട്ടും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വരുന്ന ചെറിയൊരു സീലിംഗ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ജസ്റ്റ് സീലിംഗ് കൊടുത്തത് മുകളിൽ നിന്ന് നനഞ്ഞിട്ട് കുറച്ച് താഴ്ന്നു വീണ് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് നമ്മൾ അതിൻ്റെ മെയിൻ്റനൻസിനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്, മെയിൻ്റനൻസ് നടക്കുന്നതാണ്. വലിയൊരു കെട്ടിടം മൊത്തം വീഴോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ വഴിവിളക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്ത ആരോപണം. നമുക്കറിയാം, ഇന്ന് വഴിവിളക്കുകൾ സർവ്വസാധാരണമാണ്. പലയിടത്തും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും അത് പ്രകാശിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. എനിക്കറിയാം, പല പഞ്ചായത്തുകളിലും കുത്തിയിരിപ്പ് സമരം വരെ നടത്തിയിട്ട് തിരിഞ്ഞു നോക്കാത്ത പല ഭരണസമിതിയും ഉണ്ട്. പുന്നയൂർകുളം പഞ്ചായത്തിൽ അങ്ങനെ ഒരു ആരോപണമുണ്ട് വഴിവിളക്കുകളെ കുറിച്ച്. വഴിവിളക്കുകൾ തെളിയുന്നില്ല, പ്രകാശിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച്. അതും എനിക്ക് തോന്നുന്നത് അത് തെറ്റായിട്ടുള്ളതാണ്. പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാ വർഷവും വഴിവിളക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ ടൈമറുകളും മെയിൻ്റനൻസിന് വേണ്ടി പ്രൊജക്റ്റ് വെക്കുന്നുണ്ട്. ഈ എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാർ തന്നെയാണ് എവിടെയാണ് ഇത് എന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ അവർ ആരോപിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വാർഡ് മെമ്പർമാർ കാര്യക്ഷമമായി നോക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാ വർഷവും പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് നടന്ന് പ്രൊജക്റ്റ് വെക്കുന്നുണ്ട്. എല്ലാ മാസവും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആളുകൾ വന്നിട്ട് ഇത് നോക്കി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ഒരുപാട് ചെറിയ വഴികളും കുറച്ച് ഇടുങ്ങിയ വഴികളിലെല്ലാം തന്നെ സ്ട്രീറ്റ് മെയിൻ വലിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു 4 വർഷവും 100% പ്ലാൻ ഫണ്ട് ചെലവഴിച്ചൊരു പഞ്ചായത്തും കൂടെയാണ്. നമ്മൾ എല്ലാ വർഷവും നമുക്ക് ലഭ്യമാകുന്ന ഫണ്ട് മുഴുവൻ നമ്മൾ ചെലവഴിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷകർ ഒരുപാടുള്ള പഞ്ചായത്താണ് പുന്നയൂർകുളം പഞ്ചായത്ത്. കോൾപ്പാടങ്ങൾ ഒരുപാടുള്ളതാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡഡ് അരി ഇറക്കുക, അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ഉള്ളൊരു പദ്ധതിയായിരുന്നു. പക്ഷേ അത് നടപ്പായില്ല, അത് രേഖകളിൽ ഒതുങ്ങി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മളൊരു പ്രൊപ്പോസലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അർബൻ മിഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഞ്ചായത്തിന് തൃശ്ശൂർ ജില്ലയിൽ വടക്കേയാട് പഞ്ചായത്തും പുന്നയൂർകുളം പഞ്ചായത്തിനുമാണ് അത് ലഭ്യമായത്. അപ്പോൾ നമ്മൾ റൈസ് മില്ല് പണിയണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊപ്പോസലുകൾ പലതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ 70% നമ്മൾ ചെലവഴിച്ചാൽ 30% അർബൻ ഫണ്ട് ലഭ്യമാവുകയുള്ളൂ. അങ്ങനെ ഒരു 100 കോടിയുടെ പ്രൊജക്റ്റാണ് മൊത്തത്തിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും ഇത് പദ്ധതിയായിട്ടൊന്നും പറഞ്ഞിട്ടല്ല, നമ്മൾ ഈ ഒരു 100 കോടിയുടെ പദ്ധതി തയ്യാറാക്കി അതിൽ കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചതിൽ 70% പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ 30 കോടി 2 പഞ്ചായത്തിനും കൂടെ ലഭ്യമാകുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ റൈസ് മില്ല്, നമ്മൾ കർഷകരെ സഹായിക്കുന്ന തരത്തിൽ റൈസ് മില്ലും നമ്മൾ പ്രപ്പോസൽ കൊടുത്തതാണ്. പക്ഷേ ഫണ്ട് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവർ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷം എപ്പോഴും പറയുന്നതാണത്. പുന്നയൂർകുളം അരി എവിടെ, അല്ലെങ്കിൽ റൈസ് മില്ല് എവിടെ, ഫണ്ട് ലഭ്യമായി എന്നുള്ളതിന് ഒരു തെളിവും ഇല്ല. നമ്മൾ പ്രപ്പോസൽ കൊടുക്കുക, അത് നമ്മൾ പല പദ്ധതികളും നമുക്ക് ഫണ്ട് ലഭ്യമാണ്, അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മൾ കൊടുക്കും. പക്ഷേ ഫണ്ട് ലഭ്യമായാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു ഫണ്ട് നമുക്ക് വന്നിട്ടില്ല. റൈസ് മില്ല് പണിയാൻ വേണ്ടി ഫണ്ട് കിട്ടിയാൽ മാത്രമല്ലേ നമ്മൾ മില്ല് പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ കർഷകരുടെ ഒരുപാട് പരാതികൾ എനിക്ക് തോന്നുന്നു നമ്മുടെ റിപ്പോർട്ടുകളിൽ തന്നെ പുന്നയൂർകുളം പഞ്ചായത്തിലെ കർഷകരുടെ ഒരുപാട് പരാതികൾ, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നെല്ലിന് എന്തെങ്കിലും വരൾച്ച മുരടിച്ചു, അതിന് പോലുള്ള ധനസഹായം, അല്ലെങ്കിൽ നെല്ല് സപ്ലൈകോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ, കോൾപ്പാടങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു നിരന്തരം ഒരു പരാതികളായിട്ട് പുന്നയൂർകുളം പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് കർഷകരുടെ മികവ് എന്ന രീതിയിൽ നമ്മൾ കർഷകരുടെ എല്ലാ പ്രയാസങ്ങൾക്കും നമ്മൾ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, പല പാടശേഖരങ്ങളിലും
പ്രത്യേകിച്ച് പരൂർ കോൾപ്പടവിൽ 3 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. KLDC ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വിവിധങ്ങളായ പണ്ട് കാലങ്ങളിൽ പെട്ടിമ്പറ അല്ലെങ്കിൽ അതൊക്കെ കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ വർഷക്കാലത്ത് ഇത് പമ്പ് ചെയ്യാനൊക്കെ ഒരുപാട് പ്രയാസം കർഷകരുണ്ട്. ഇന്നിപ്പോൾ അതെല്ലാം മാറി സബ്മേർഷ്യൽ പമ്പാണ്. അപ്പോൾ പരൂർ കോൾപ്പടവിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു 1.5 കോടി രൂപയുടെ വർക്കുകൾ കഴിഞ്ഞു. ബണ്ട് ബലപ്പെടുത്തുന്നതിനും അതുപോലെ കൃഷി ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിൽ വൈദ്യുതി എത്തിക്കുന്നതിനും ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട MLA നിരന്തരം എല്ലാ ആവശ്യങ്ങൾക്കും ഈ പറഞ്ഞ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എപ്പോഴും ഓടിയെത്താറുള്ളതും MLA നമ്മളെല്ലാവരും ഓടിയെത്താറുണ്ട്. ഈ ബണ്ട് ബലപ്പെടുത്തുന്നതിന് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാലോ കാലവർഷത്തിൻ്റെ വ്യതിയാനം. നമുക്ക് ഈ പാടശേഖരങ്ങളിൽ പണി നടത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു ടൈമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷത്തിലൊക്കെ നമുക്ക് ആ ഒരു പീരീഡ് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ചെമ്മന്നൂർ കോൾപ്പടവ് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ 2 പടവുകളാണ് പരൂർ പടവ്, ചെമ്മന്നൂർ പടവൊക്കെ കുറേ മുമ്പ് വർഷങ്ങളായിട്ട് തരിശു കിടന്നിരുന്ന ഒരു ഭൂമിയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ കൃഷി ഇറക്കിയത്. 30 ഏക്കറോളം അല്ലെങ്കിൽ 100 ഏക്കറോളം ഒക്കെ കൃഷി അവിടെ ഇറക്കിയെന്നുള്ളതാണ്. പടിഞ്ഞാറ മേഖലയിൽ ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ട്. ഉപ്പുവെള്ളം കയറാറുണ്ട്. അപ്പോൾ കുടിവെള്ളം അത് അവരുടെ കുടിവെള്ളത്തെയും ബാധിക്കും, അതുപോലെ തന്നെ കൃഷിയെയും ബാധിക്കും. അപ്പോൾ അവിടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് കനോലി കനാലിൻ്റെ കൈത്തോടുകളിലും അവിടെയൊക്കെ നമ്മൾ സ്ലൂയിസ് പണിതു എന്നുള്ള 1,15,00,000 രൂപയ്ക്കാണ് 9ഓളം സ്ലൂയിസുകൾ നമ്മൾ ഉപ്പുവെള്ളം കയറുന്നതിന് തടയാനായിട്ട് അവിടെ പണിതിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഈ കൃഷിക്കും അത് വളരെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ കുടിവെള്ളത്തിനും ഈ കുടിവെള്ളം ഇത് കൂടാതെ തന്നെ നമ്മൾ മറ്റു സ്വാശ്രയമായിട്ടുള്ള കുറേ കുടിവെള്ള പദ്ധതികൾ നമ്മൾ ചെറിയ കുടിവെള്ളം 50ഓളം വീടുകൾക്ക് 100 വീടുകൾക്ക്. വേനൽക്കാലമായാൽ കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങൾ പുന്നേർകുളം പഞ്ചായത്തിലുണ്ട് അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഒരു പരിധി വരെ നമുക്കത് പരിഹരിക്കാൻ സാധിച്ചു. ജലജീവൻ മിഷൻ പദ്ധതി നമ്മൾ എല്ലാ വീടുകളിലും നടപ്പിലാക്കിയെങ്കിലും BJP സർക്കാരിൻ്റെ ഒരു തെറ്റായ ഒരു വാഗ്ദാനമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളെല്ലാ വീടുകളിലും ജലജീവൻ പൈപ്പ് എത്തിച്ചു, പക്ഷേ വെള്ളമില്ല. അവിടെയൊന്നും ഇതിലേക്ക് വരുന്ന വെള്ളമില്ല. നമ്മുടെ എല്ലാ റോഡുകളും ഇതിൻ്റെ പേരിൽ പൊളിച്ചിട്ട് എന്നുള്ളതാണ്. ജലജീവൻ വാട്ടർ കണക്ഷൻ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഇന്ന് ടാർ ചെയ്ത റോഡാവും നാളെ വന്നിട്ട് വാട്ടർ അതോറിറ്റി പൊളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ റോഡുകളെല്ലാം നാശാക്കിയിട്ട് അവർ തന്നെ റീസ്റ്റോറേഷൻ ചെയ്യാമെന്ന് പറയുകയും ഈ കഴിഞ്ഞ മാർച്ചിലാണ് ബഹുമാനപ്പെട്ട കളക്ടർ മീറ്റിംഗ് വിളിച്ചിട്ട് നമ്മളോടെല്ലാം എല്ലാ പഞ്ചായത്തുകളോടും പറഞ്ഞത് അത് ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, പഞ്ചായത്തുകൾ തന്നെ സ്വയം ഫണ്ട് കണ്ടെത്തിയിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ വിവിധങ്ങളായ റോഡുകൾക്ക് ഫണ്ട് വെച്ചുകൊണ്ട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കുടിവെള്ള പദ്ധതികൾ, ഇപ്പോൾ പനന്തറ കുടിവെള്ള പദ്ധതി, ചെമ്മണ്ണൂർ SRO കുടിവെള്ള പദ്ധതി, പിന്നെ ചെമ്മന്നൂർ പ്രദേശം ഒക്കെ അവിടെയൊക്കെ നമുക്ക് ചില ആളുകൾ സൗജന്യമായിട്ട് തന്നെ നമുക്ക് സ്ഥലം തന്നു. ചെമ്മണ്ണൂരൊക്കെ നമുക്കിപ്പോൾ അങ്ങനെയാണ്, 1 സെൻറ്റ് സ്ഥലം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് അബൂബക്കർ ഹാജിയുടെ പേരിൽ തന്ന്. അപ്പോൾ നമ്മളവിടെ ബോർവെല്ലടിച്ച് ടാങ്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള സമീപ പ്രദേശത്തുള്ള 50ഓളം കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് വെള്ളം ലഭ്യമാണ്. വേനൽക്കാലത്ത് ഇവർക്കൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല, വളരെ പ്രയാസം എന്നുള്ളത് ഒരു അടിസ്ഥാന ആവശ്യം കൂടിയാണ്. അതെ. അതുപോലെ SRO കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് ഈ കനോലി കനാലിനോട് ചേർന്ന് കിടക്കുന്ന 150ഓളം കുടുംബങ്ങൾക്ക് അവിടെ വെള്ളത്തിന് ഒരു മുടക്കമില്ലാതെ കിട്ടുന്നു. പിന്നെ ഒരുപാട് കുടിവെള്ള പദ്ധതി, എളമ്പലങ്ങാട്ടയിൽ കുടിവെള്ള പദ്ധതി, അങ്ങനെ നമ്മൾ ഓരോ വാർഡിനും ഓരോ പ്രദേശത്തും ചെറിയ ഓരോ വാർഡിലും തന്നെ സ്വാശ്രയ കുടിവെള്ള പദ്ധതി പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. തൃപ്പറ്റ് കുടിവെള്ള പദ്ധതിയുണ്ട്, പനന്തറ കുടിവെള്ള പദ്ധതിയുണ്ട്, കൊട്ട്ലിങ്ങൽ കുടിവെള്ള പദ്ധതിയുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്കൊന്നും ഇപ്പോൾ വെള്ളത്തിന് വലിയൊരു പ്രയാസമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ കുടിവെള്ള വിതരണം നടത്തേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ആൽത്തറ ബസ് സ്റ്റാൻഡ്, അതിൻ്റെ ഒരു അപര്യാപ്തത പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതു ശുചിമുറി എന്നുള്ളത് ഒരു പ്രധാന ആവശ്യമാണ്. അതിൻ്റെ ഒരു അപര്യാപ്തതയും പുന്നേർകുളം പഞ്ചായത്തിൽ നിലനിൽക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം. പുന്നേർകുളം ഗ്രാമപഞ്ചായത്തിൽ പൊതു ശുചിമുറി നമ്മൾ പണിതിട്ടുണ്ട്. അത് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രാപ്യമാകുന്ന തരത്തിലാണ് പഞ്ചായത്തിൻ്റെ ഇതിൽ പണിതിട്ടുള്ളത്. പിന്നെ ആൽത്തറ പ്രദേശത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനകീയ ഹോട്ടലും പൊതുയിലുള്ള ശുചിമുറിയും പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റത് നമുക്ക് സ്ഥലം ലഭ്യമായി
ആവാത്തത് കൊണ്ട് തന്നെയാണ്, സ്ഥലത്തിൻ്റെ ഒരു അപര്യാപ്തത മൂലം വേറെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും NH നാഷണൽ ഹൈവേയിൽ ടേക്ക് എ ബ്രേക്ക് എന്നൊരു പദ്ധതി, പൊതുശുചിമുറിയും ഇതും കൂടെ നമ്മൾ 40 ലക്ഷം രൂപ മനോഹരമായ ഒരു കെട്ടിടം നമ്മൾ പണിതിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് അത്തരത്തിലുള്ളൊരു പ്രയാസമില്ല. പക്ഷേ ഇപ്പോൾ NHൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ, ഞാൻ നേരത്തെ പറയാനും വിട്ടുപോയതാണ്, പഞ്ചായത്തിൻ്റെ ചെലവിൽ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുന്നത് ഒരു 2.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളോടെ തീരദേശ മേഖലയിലുള്ള ആളുകൾക്ക് വിവാഹം പോലുള്ള ആവശ്യങ്ങൾ, അതല്ലെങ്കിൽ പൊതുയോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി ഹാൾ, VP മാമു കമ്മ്യൂണിറ്റി സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ പണിതിട്ടുള്ളത്. അത് ഒരു പക്ഷേ പറയുകയാണെങ്കിൽ എല്ലാ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോഴും പ്രതിപക്ഷം ചിലപ്പോൾ അതിന് എതിര് നിൽക്കാറുണ്ട്. ഈ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്ന സമയത്തും പ്രതിപക്ഷം അതിൻ്റെ പേരിനെ ചൊല്ലിയൊക്കെ ഒരുപാട് കോടതി വരെ പോയതാണ്. എന്നിട്ട് കോടതി നമ്മൾ സ്റ്റേ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ പണി നടത്തുന്നതിന് ദീർഘകാലം പുന്നയൂർക്കുളം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന VP മാമുക്കയുടെ പേരിലാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ പണിതത്. അപ്പോൾ ആ സമയത്ത് പ്രതിപക്ഷം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വിവാഹങ്ങൾ, ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം വരെ 111 വിവാഹങ്ങളാണ് അവിടെ നടന്നത് എന്നുള്ളതാണ്. അത് വെറും 15,000 രൂപ ചിലവിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ഹാളാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് അവിടെ നിലകൊള്ളുന്നത്. അതും തീരദേശ മേഖലയാണ്. അവിടെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ സ്ഥലത്തിൻ്റെ വീട്ടുമുറ്റത്ത് പന്തലിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാനൊക്കെ വളരെ പ്രയാസങ്ങളുണ്ടായിരിക്കും. അതല്ലെങ്കിൽ അതിന് തന്നെ ഇന്നിപ്പോൾ ഒരു 15,000 രൂപ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ഒരു തുകയാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് വളരെ സഹായകരമായ രീതിയിലാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ ലിഫ്റ്റ് സംവിധാനം, ഞാൻ നേരത്തെ പറഞ്ഞു, ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, നമ്മുടെ പൊതു കെട്ടിടങ്ങളെല്ലാം തന്നെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ വയോജന സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പഞ്ചായത്ത് ഓഫീസിൽ ലിഫ്റ്റ് സംവിധാനം കൊണ്ടുവന്നത്. ആ സമയത്തും പ്രതിപക്ഷം അതിനെ എതിർത്തിരുന്നു. നമ്മൾ വികസനത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ തന്നെ പിറ്റേ ദിവസം മുതൽ ലിഫ്റ്റിൽ കയറി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഒരു ജനങ്ങൾക്ക് അവർക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് നടപ്പിലാക്കുന്നത്. യുവജനങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരോടൊരു അവഗണന കാണിച്ചു എന്ന് പറയുന്നുണ്ട്. യുവജനങ്ങൾക്കായി ചെറായി വിദ്യാലയത്തിന് ബാക്കിലായി നമ്മൾ സ്ഥലം എടുത്തിട്ടുണ്ട്. ഒരു കളിസ്ഥലം എന്നുള്ളത് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ദീർഘകാലമായ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അവിടെ 54 സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 2 മാസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട MLA സ്പോർട്സ് കൗൺസിലും കൂടെ ഉൾപ്പെടുത്തിയിട്ട് 1 കോടി രൂപ കളിസ്ഥലത്തിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ ഫസ്റ്റ് ഒരു ബേസിക് സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ പഞ്ചായത്തും 10 ലക്ഷം രൂപ അനുവദിച്ചു. ഇപ്പോൾ ഈ ഒരു മഴ കാരണമാണ് പണി തുടങ്ങാതെ നിൽക്കുന്നത്. അതിൻ്റെ പ്രാരംഭഘട്ടം എന്നുള്ളത് നിർമ്മിതി കേന്ദ്രമാണ് പണി ഏറ്റെടുത്തിട്ടുള്ളത്, ജില്ലാ നിർമ്മിതി കേന്ദ്രം. അപ്പോൾ അത് ആരംഭിക്കാൻ ഈ ഇടയിൽ മഴ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പണി എത്രയും പെട്ടെന്ന് നടക്കുന്നതായിരിക്കും. മനോഹരമായൊരു കളിസ്ഥലം അവിടെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുന്നയൂർക്കുളം പഞ്ചായത്ത് ഒരു തീരദേശ പ്രദേശമാണ്. ഇപ്പോൾ മഴക്കാലമായാൽ വെള്ളം കയറുന്നത് സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്. അത്തരത്തിൽ ഈ വെള്ളം കയറുമ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് എന്തൊക്കെ നടപടികൾ പഞ്ചായത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിൻ്റെ ഏറ്റവും വലിയൊരു പരിഹാരം തന്നെയായിരുന്നു കടൽഭിത്തി നിർമ്മാണം എന്ന് പറയുന്നത്. 4 കോടി രൂപ ബഹുമാനപ്പെട്ട MLA കടൽഭിത്തി നിർമ്മാണത്തിനായി അനുവദിച്ചു. ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ എല്ലായിടത്തും, എല്ലാ പഞ്ചായത്തിലും, തീരദേശ മേഖലയുള്ള എല്ലാ പഞ്ചായത്തിലും നമ്മൾ കടൽഭിത്തി വേണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ പ്രതിപക്ഷങ്ങളൊക്കെ സമരം നടത്തുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ വികസനത്തിനെതിരെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചപ്പോൾ അത് തടയുകയാണ് ചെയ്തത്. കടൽഭിത്തി വേണ്ട എന്നുള്ള ഒരു നിലപാടാണ്. എന്തുകൊണ്ടാണ് അവർ പറയുന്നത് അങ്ങനെ അറിയില്ല. കടപ്പുറം പഞ്ചായത്ത്, അവിടെയൊക്കെ കടൽഭിത്തി വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ആളുകൾ പുന്നയൂർക്കുളത്ത് കടൽഭിത്തി വേണ്ട എന്ന് പറഞ്ഞായിരുന്നു സമരം. പക്ഷേ 4 കോടി രൂപ ഫണ്ട് വകയിരുത്തുകയും കടൽഭിത്തി നിർമ്മാണം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വികസന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് രീതിയിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആരോപണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും താങ്കൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ BJPക്കായാലും കോൺഗ്രസിനായാലും ഒരു ശക്തമായ സാന്നിധ്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്ത് തന്നെയാണ് പുന്നയൂർക്കുളം. എന്നിരുന്നാലും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭരണ തുടർച്ച എന്ന് പറയുന്നത് അത് ഇടതു കേന്ദ്രത്തിൻ്റെ ശക്തിയെ തന്നെ തെളിയിക്കുന്ന ഒന്നാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ്, എത്രത്തോളം ആത്മവിശ്വാസം നിങ്ങൾക്കൊപ്പമുണ്ട്?
ജനങ്ങൾ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം. കാരണം ജനങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ മുന്നിലുള്ള സർക്കാരിൻ്റെ 4 പദ്ധതികൾ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അതുപോലെ നവകേരള മിഷൻ, ലൈഫ് മിഷൻ, ആരോഗ്യ മേഖല, ഇതെല്ലാം നല്ല രീതിയിൽ പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഹാൾ, ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലുള്ള തെളിവുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രതികരണം തന്നെയാണ്. അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലാണെങ്കിലും 4915 പേർക്ക് പെൻഷൻ നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടെയാണ് പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അതുപോലെ തന്നെ പൂർണ്ണമായും ഭിന്നശേഷിക്കാർക്ക് എല്ലാവർക്കും, അർഹരായ എല്ലാവർക്കും പെൻഷൻ നൽകുന്നുണ്ട്. അവർക്ക് വേണ്ട വരുമാനം, SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, ലാപ്ടോപ്പ് തുടങ്ങി വ്യക്തിഗത ആനുകൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഒരു പ്രതിപക്ഷ വാർഡുകളാണ് അല്ലെങ്കിൽ ഭരണപക്ഷ വാർഡുകളാണ് എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകളിലും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോയത്. ജനങ്ങൾക്കിടയിൽ നിന്നും നല്ല പ്രതികരണം തന്നെയാണ്. തീർച്ചയായും പുരോഗമന പ്രസ്ഥാനം തുടർന്നും ഭരണത്തിൽ വരുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും തുടർന്നു പോകുന്ന ഭരണം നിലനിർത്താൻ സാധിക്കും. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇടത് കേന്ദ്രം. അതോടൊപ്പം തന്നെ UDF-നും BJP-ക്കും ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം തെളിയിക്കാൻ കൂടി പുന്നയൂർകുളം പഞ്ചായത്തിലായിട്ടുണ്ട്. അത് എത്രത്തോളം ബലവത്താവും, ജനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തെ വികസന പ്രവർത്തനങ്ങളെ കാണുന്നത്, അവർ ആർക്കൊപ്പം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുപ്പിലറിയാം. നന്ദി, നമസ്കാരം. താങ്ക് യു.